പുറമേന എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വെളുപ്പിനെയും പറഞ്ഞു എൻ്റെ അടുത്ത് ഈ പുറത്ത്. അപ്പോൾ എനിക്ക് ഇതെന്താ പോകാത്തതെന്നൊരു ചെറിയ തോന്നലുണ്ട്. ഈ വേദനയും വെച്ചുകൊണ്ട് ഞങ്ങളുടെ മൂന്നാർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ കരയിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ കയറി ഫോറസ്റ്റ് ഓഫീസിലാണ് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കയറി എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മറ്റേ പൊള്ളാച്ചി റോഡിലാണ് വന്നത്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പുറം. അപ്പം ഞാൻ സുഖട്ടാ എന്നാൽ സിഗരറ്റ് വലിക്കാതെ അതങ്ങ് കാണാം. അപ്പം സിഗരറ്റ് വലിക്കും പുള്ളി. അതുകൊണ്ടൊന്നും അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതാണ് വാസ്തവത്തിൽ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ കരുണാകരൻ സാറിൻ്റെ മകള് പത്മജ, ഡോക്ടർ വേണു, പത്മജയുടെ ഹസ്ബൻഡ് ഡോക്ടറാണല്ലോ. അപ്പം കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് അന്നേ വളരെ അടുപ്പമുള്ളൊരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടർ വേണുവിനെ വിളിച്ചു. ഇങ്ങനെ സുഖം രാവിലെ പറഞ്ഞു. അപ്പോൾ ഞാനെന്താ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഒരാളെ കൊണ്ടുവരാം, ഡോക്ടറെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഡോക്ടർ കമ്മത്തോ അങ്ങനെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വന്ന് BP നോക്കിയോ, BP ഉണ്ട്. ഇത് ECG എടുത്തപ്പോൾ നല്ല വേരിയേഷൻ കാണിക്കുന്നു. അയ്യോ ഇത് നമുക്കൊന്ന് അഡ്മിറ്റ് ചെയ്യണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കിടത്തി. അങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല കുറവ് തോന്നി. അപ്പോൾ ഒരു സൈഡ് റൂമിലേക്ക് മാറ്റി. അപ്പോഴും എൻ്റെ ചേട്ടൻ പിന്നെ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റേണ്ടിയില്ലായിരുന്നല്ലോ, ഒരു നല്ല അറ്റാക്കാണ് വന്നത്. അപ്പോൾ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊരു കാര്യം മാത്രം നമ്മുടെ കയ്യിലല്ലല്ലോ. അത് ഇങ്ങോട്ട് വരുമ്പോഴേ അദ്ദേഹം തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രാം തീയതി ഇന്ന സമയത്ത് പോകുമെന്നുള്ളത്. അപ്പോൾ അത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ ഭക്ഷണവും കഴിച്ച് ചാരി ഇരുന്ന് പേപ്പർ വായിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു വിലക്ക് പോലെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു ചാടി. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സുഖട്ടാ എന്നാൽ നടക്കാതെ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഞാൻ സിസ്റ്ററെ വിളിച്ചപ്പോൾ സിസ്റ്ററോട് എന്നിട്ട് അയ്യോ സാർ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉടുപ്പിടാതെ പുറത്ത് നടക്കാൻ വലിയ മടിയാണ്. അപ്പോൾ ചുമ്മാ ഒരു ഷർട്ട് എടുത്ത് ഞാൻ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേണ്ട സാറേ വീൽ ചെയറിലിരുന്ന് ഇനി ഒന്നും ചെയ്യണ്ട, അനങ്ങാതിരുന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ICUവിലോട്ട് കയറ്റുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് അദ്ദേഹം ഇങ്ങനെ എന്നെ ഒന്ന് നോക്കി. എന്തോ ഇങ്ങനെ കണ്ണുകൊണ്ടൊരു ആശ. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ നമുക്കും ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഇന്ദ്രനുണ്ട് അവിടെ. ഇന്ദ്രനപ്പോൾ ഊണ് കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ദ്രൻ കൂടി വന്നു. എന്നിട്ട് ഇന്ദ്രൻ്റെ അകത്ത് കയറി ഇങ്ങനെ അടുത്ത് നിൽപ്പുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അമ്മേ അച്ഛൻ പോവുകയാണോ എന്നൊരു സംശയം, ഡോക്ടർമാരെല്ലാം എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ എനിക്ക് അതും ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം കുറവായി എന്നും പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവന്ന ആളല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് അറ്റാക്ക് പോലെ വന്നതായിരിക്കാം, ഒരു മാസീവ് അറ്റാക്ക് വന്നതായിരിക്കാം. ഏതായാലും ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോഴത്തേക്കും അദ്ദേഹം പോയി.